SKN40 ജനകീയ യാത്ര രണ്ടാം ദിവസവും പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്ത് നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയത്. വാണിയംകുളത്തും ചെർപ്പുളശ്ശേരിയിലും യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി പേരാണെത്തിയത്. ഇന്ന് പാലക്കാട് ജില്ലയിലെ SKN40 പര്യടനം രണ്ടാം ദിവസമായി ഇന്ന് ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിലാണ്. ലഹരി എന്ന മഹാവിപത്തിനെതിരെ കൈമെയ് മറന്ന് പോരാടാൻ കേരളമാകെ ഒന്നിക്കുകയാണ്. SKN40 ജനകീയ യാത്രയുടെ പാലക്കാട് ജില്ലയിലെ രണ്ടാം ദിനവും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. വള്ളുവനാടിന്റെ ചരിത്രമുറങ്ങുന്ന ഒറ്റപ്പാലത്തു നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് തുടക്കം. പാരമ്പര്യ കലാരൂപമായ തിറയാട്ടത്തോടെ വരവേൽപ്പ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് ജനങ്ങൾ SKNുമായി തുറന്നു സംവദിച്ചു. ഈ യാത്രയുടെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് കുട്ടികളുടെ ഈ പാഠ്യപദ്ധതിയിൽ 1ാം ക്ലാസ് മുതൽക്ക് ഈ വിഷയം ഉൾപ്പെടുത്തണം, എന്നാലാണ് നമുക്ക് കുട്ടികളെ ഇതൊന്നും മോചിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വെക്കണം എന്നുള്ള. തീർച്ചയായിട്ടും നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 24 ശ്രീകണ്ഠൻ നായരും നയിക്കുന്നോരോ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടത്തിൽ ഒന്നിച്ചൊന്നായി അണിചേർന്നിടാം. ശേഷം പ്രസിദ്ധമായ കന്നുകാലിച്ചന്ത സ്ഥിതി ചെയ്യുന്ന വാണിയംകുളത്ത് വ്യാപാരി വ്യവസായി പ്രതിനിധികളും ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ലഹരിക്കെതിരെ അണിചേരാൻ വാണിയംകുളത്തെത്തി. തുടർന്ന് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ തുറന്ന മൈതാനത്ത് ലഹരിക്കെതിരെ നാടിന്റെ പ്രഖ്യാപനം. ഉച്ചയ്ക്ക് ശേഷം മണ്ണാർക്കാടെത്തുന്ന യാത്ര ഇന്ന് അവിടെ സമാപിക്കും. നാളെ മലപ്പുറം ജില്ലയിലാണ് ലഹരി വിരുദ്ധ ജനകീയ യാത്ര. 24 പാലക്കാട്.